ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 15. ഇന്ന് നമ്മൾ ഭാഗം 15-ൻ്റെ അവസാനത്തെ 7-8 അധ്യായങ്ങളാണ് ഇന്ന് നോക്കാവുന്നത്. കഴിഞ്ഞ തവണ കേശവചന്ദ്രസേനൻ്റെ വീട്ടിൽ, കമലകുടീരിലുള്ള കേശവചന്ദ്രസേനൻ്റെ ലില്ലി കോട്ടേജിൽ ഭഗവാൻ ഒരു ഉച്ചയോടുകൂടി വന്നു. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണി സമയത്താണ് കമല കുടീരിൽ എത്തി ലില്ലി കോട്ടേജിൽ വരുന്നത്. 1883 നവംബർ 28 ആണ് വചനാമൃതത്തിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് കേശവചന്ദ്രസേനൻ്റെ വീട്ടിൽ വന്ന് കണ്ടു. കേശവചന്ദ്രസേനൻ്റെ അവസാനത്തെ നാളുകളാണ്. മരണത്തിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പുള്ള ദിവസം, 1 മാസം മുമ്പുള്ള ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. ഇനി 1 മാസത്തേക്കേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് വൈകുന്നേരം കേശവചന്ദ്രസേനെ കണ്ട ശേഷം പിന്നെ നേരെ ജയഗോപാല സേനൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് അടുത്തത്. അതേ ദിവസം തന്നെ വൈകിട്ട് സന്ധ്യയ്ക്ക് 7 മണി കഴിഞ്ഞ് ജയഗോപാലസേനൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഈ ജയഗോപാലസേനനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വൈകുണ്ഠസേൻ, ജയഗോപാലസേനും സഹോദരൻ വൈകുണ്ഠസേനും പിന്നെ കുറച്ച് അയൽക്കാരും, അങ്ങനെ പിന്നെ ബ്രഹ്മസമാജത്തിൻ്റെ 1-2 ആൾക്കാരും, ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചുരുങ്ങിയ ഒരു സത്സംഗമല്ല, ഒരു ഭഗവാൻ ആ ജയഗോപാൽസൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് മാത്രം. അപ്പോൾ വളരെ അടുത്തുള്ള 3-4 പേരും അയൽവക്കക്കാരായ കുറച്ച് പേരും അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തിൻ്റെ മുമ്പിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ജയഗോപാൽസനിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ഭഗവാൻ ഇപ്പോൾ ജയഗോപാൽസൻ്റെ വീട്ടിലേക്ക് വരാൻ തന്നെ കാരണം കേശവചന്ദ്രസേനൻ്റെ വീട്ടിൽ പോയി കേശവചന്ദ്രസേനെ കണ്ട ശേഷമാണ് അന്ന് തന്നെ ജയഗോപാൽസൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു സന്ദർശനങ്ങൾക്ക്, ഈ 2 പേരെയും ഒരേ സമയത്തുള്ള ആ സന്ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത്, 1875, ഇതിപ്പോൾ 1883-ലാണ്, മറ്റേത് 1875 ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായിട്ട് കേശവചന്ദ്രസേനെ ആദ്യം നേരിട്ട് കാണുന്നത് ഈ ജയഗോപാൽസനിൻ്റെ ബൾഗേറിയയിലുള്ള വീട്ടിൽ വെച്ചാണ്. അത് നമ്മൾ ഈ ഭഗവാന്റെ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഭഗവാൻ അന്ന് 1875-ലാണ്. അന്ന് ഭഗവാനെ അന്വേഷിച്ച് ആരുമേ എത്തിക്കഴിഞ്ഞിട്ടില്ല. ഈ ദക്ഷിണേശ്വരത്ത് ഇന്ന് വരുന്ന ഒരു ഗൃഹസ്ഥ ഭക്തരോ അല്ലെങ്കിൽ അന്തരംഗ ശിഷ്യരോ ആരും വന്നിട്ടേയില്ല, ആരുമില്ല. അവരൊക്കെ വന്നു തുടങ്ങുന്നത് തന്നെ 80-കൾക്ക് ശേഷമാണ്. ഇത് 75, അതിനും 5 വർഷം മുമ്പ്. 75-ൽ തന്നെ ഭഗവാൻ ആദ്യമായി പുറമെ ഒരാളെ ഭഗവാൻ കാണുന്നത് കേശവചന്ദ്രസേനെയാണ് ആദ്യമായിട്ട്. അന്ന് കേശവചന്ദ്രസേനൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസമാജത്തിൻ്റെ ഏറ്റവും സമുന്നതനായ അതിപ്രശസ്തനായ യുവകേസരിയാണ്. അന്ന് കേശവചന്ദ്രസേനൻ്റെ ആരാധകരാണ് അന്ന് കൽക്കട്ട മുഴുവനുമുള്ളത്. ബ്രഹ്മസമാജത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ്. അപ്പം ആ തരത്തിലാണ്.
അപ്പം അന്ന് കേശവചന്ദ്രസേനെ കാണണമെങ്കിൽ മുൻകൂട്ടി അനുവാദമൊക്കെ ചോദിക്കണം. കാര്യം സമയം കിട്ടുമോ, കാണാൻ പറ്റുമോ എന്നൊക്കെ മുൻകൂട്ടി അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമേ കേശവചന്ദ്രസേനെ കാണാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കണം, എത്ര രാജകീയ പ്രഭാവത്തോടു കൂടിയുള്ള ഒരു കാലമാണത്. മാത്രമല്ല കേശവചന്ദ്രസേൻ അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ സ്വാധീനമുള്ള ആളാണ്. സുലഭ സമാചാർ തുടങ്ങിയ ബംഗാളി പത്രങ്ങൾ, അങ്ങനെയുള്ള പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. ഇതിലൊക്കെ വളരെ കേശവചന്ദ്രസേനൻ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്രയും പ്രശസ്തനായ ഒരാൾ. അപ്പം അങ്ങനെയുള്ള കേശവചന്ദ്രസേനെ ആദ്യമായി കാണുന്നത് ഇതേ ജയഗോപാലസൻ്റെ ബൾഗേറിയയിലുള്ള വീട്ടിൽ വച്ചാണ്. അപ്പോൾ അന്ന് അവരുടെ ചെല്ലുമ്പോൾ നമ്മളത് മുമ്പ് കേശവചന്ദ്രസേൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ ഹൃദയനോടൊത്ത് ഭഗവാൻ കേശവചന്ദ്രസേനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ആ ബൾഗേറിയയിലുള്ള ആ വീട്ടിലേക്ക്, ഈ ജയഗോപാലസൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും എന്നിട്ട് ഹൃദയൻ ചെന്ന് അനുവാദം ചോദിക്കുന്നതും, ഇങ്ങനെ എൻ്റെ അമ്മാവൻ വന്നിട്ടുണ്ട്, അത് താങ്കളെ കാണണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേശവചന്ദ്രസേനൻ എന്നാ വരാൻ പറയൂ എന്ന് പറഞ്ഞ് വരുന്നതും, ആദ്യ കാഴ്ചയിൽ തന്നെ വലിയ പ്രസക്തിയൊന്നും തോന്നാതിരുന്നതും, കാര്യം ഒരു അത്ര ഇമ്പ്രഷനൊന്നും തോന്നിയില്ല, ഒരു സാധാരണ ബ്രാഹ്മണൻ. പിന്നീട് സംഭാഷണം തുടങ്ങിയപ്പോഴാണ് കേശവചന്ദ്രസേനന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അപ്പം അതൊരു പഴയ കഥ. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ ഭഗവാൻ വരുന്നത്. ഈ വരവിൽ, ഇപ്പോഴത്തെ ഈ വരവിൽ നോക്കൂ, അതേ കേശവചന്ദ്രസേനൻ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ്, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രോഗാതുരനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇരിക്കുകയാണ്, ആ വീട്ടിൽ കഴിയുകയാണ്. ആ രോഗാതുരനായ, ഇനി ഒരു മാസത്തേക്ക് മാത്രം ജീവിതം ബാക്കിയുള്ള കേശവചന്ദ്രസേനെ കണ്ട് ശ്രീരാമകൃഷ്ണദേവൻ മടങ്ങുന്ന വഴി കയറുന്നത് ആദ്യമായി കേശവചന്ദ്രസേനെ കണ്ടുമുട്ടിയ അതേ സ്ഥലത്തേക്ക്, അതേ ആളുടെ വീട്ടിലേക്ക്. ഈ സന്ദർശനത്തെക്കുറിച്ച് ശാരദാനന്ദസ്വാമികൾ ലീലാമൃതത്തിൽ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. ലീലാമൃതത്തിൽ ഇതേ വിഷയം, ഇതേ ഡേറ്റ് വെച്ച് തന്നെയാണ് ലീലാമൃതത്തിൽ ശാരദാനന്ദസ്വാമികൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നവംബർ 28 ബുധനാഴ്ച കാലത്ത് ഞങ്ങളെ കണ്ടയുടൻ അയാൾ പറഞ്ഞു, ഇന്ന് ഉച്ചതിരിഞ്ഞ് സമയം ശ്രീരാമകൃഷ്ണദേവൻ കമലകുടീരിൽ കേശവബാബുവിനെ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ ശരത്ത്, അപ്പോൾ അന്ന് ഇവർ ശാരദാനന്ദസ്വാമികളൊക്കെ അന്ന് സ്റ്റുഡൻസാണ്, കുട്ടികളാണ്, കോളേജിൽ പഠിക്കുകയാണ്, യുവാക്കളാണ് അന്ന്. അപ്പോൾ ആ വരവിൽ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ആ അന്നത്തെ യുവസംഘത്തോട് പറഞ്ഞതാണ്, കേശവ ബാബു ഇങ്ങനെ ജയഗോപാൽസൻ്റെ വീട്ടിലേക്ക്, കമലകുടീരത്തിൽ, രാമകൃഷ്ണദേവൻ കമലകുടീരത്തിൽ കേശവബാബുവിനെ കാണാൻ വരുന്നുണ്ട്. പിന്നീട് സന്ധ്യയ്ക്ക് മാധാഘഷ എന്ന സ്ഥലത്ത്, അതാണ് നേരത്തെ ഇത് ബൾഗേറിയയിൽ വെച്ചായിരുന്നു, ബൾഗേറിയയിലെ വീട്ടിൽ വെച്ചാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായി കാണുന്നത് 1875. ഇപ്പോൾ ഈ 1883 നവംബർ 28 വരുന്നത് ഇത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ജയഗോപാൽസന്നിൻ്റെ മറ്റൊരു വീട്ടിലാണ്, മാധാഘഷ എന്ന സ്ഥലം. മാധാഘഷ എന്ന സ്ഥലത്ത് ജയഗോപാൽസൻ്റെ വീട്ടിലേക്കും പോകും എന്ന് ഈ ശാരദാനന്ദ സ്വാമികളോടൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അന്നവിടെ അതായത് അദ്ദേഹത്തിൻ്റെ ശാരദാനന്ദ സ്വാമികളുടെ അന്നത്തെ ഒരു സ്നേഹിതൻ വരദാസുന്ദരനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ രാവിലെ ഉച്ച കഴിഞ്ഞ് കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ വരും, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും വരും, ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിലേക്കും വരും എന്ന് പറഞ്ഞതനുസരിച്ചാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ഏതായാലും കേശവചന്ദ്രസേൻ്റെ വീട്ടിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. ആര്?
ഈ ശാരദാൻ സ്വാമികളൊക്കെ. ശാരദാൻ സ്വാമി ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ആ പേര് ആളെ കുറെ കൂടെ അടുത്ത് അന്നത്തെ സമയത്ത് അത് ശരത്, യുവാവായ ശരത്ത് എന്ന് മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ ശാരദാൻ സ്വാമികൾ പറഞ്ഞു ഏതായാലും കേശവചന്ദ്രസേൻ്റെ കമലകുടീരിലെ വീട്ടിൽ പോകണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയാൽ ശരിയാവില്ല. ഒന്നാമത് അവിടെ അത്ര ബന്ധം പോരാ. മാത്രമല്ല കേശവചന്ദ്രസേന് സുഖമില്ലാതിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പോകാം. എവിടെ? ജയഗോപാൽസൻ്റെ വീട്ടിൽ പോകാം എന്ന് ശാരദാൻ സ്വാമികളും ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ കൂടെ വിചാരിക്കുന്നു. എന്നിട്ട് അവരവിടെ വരാൻ പോവുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് അവർ വരികയാണ്. അപ്പം ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വന്ന് ഭഗവാനെ കാണുന്നു. അവിടെ വന്ന് നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് ലീലാമൃതത്തിൽ ആ കാഴ്ചയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് ഈ ജയഗോപാലൻ്റെ വീട്ടിൽ സത്സംഗം എന്ന് പറഞ്ഞത് തികച്ചും ഒരു കുടുംബ സംഗമമായിരുന്നു എന്ന് ഈ ശാരദാൻ സ്വാമികളുടെ കാഴ്ചപ്പാടിലാണ് ഇനി പറയുന്നത്. കാര്യം അദ്ദേഹം പോയപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ആ ദിവസം ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. അപ്പം അതൊരു തികച്ചും ഒരു കുടുംബ സംഗമമായിരുന്നു, ഒരു കുടുംബ മീറ്റിംഗ് ആയിരുന്നു. അതായത് അങ്ങനെ പറയാൻ കാരണം ഇതിനു മുമ്പ് ശാരദാൻ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടത് സിന്ദൂരിയാപ്പടിയിൽ വെച്ചാണ്. അവിടെ മണിമോഹൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇവരെല്ലാം തന്നെ ബ്രഹ്മസമാജത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അപ്പം അവിടെ വെച്ച് കണ്ടപ്പോൾ, സിന്ദൂരിയാപ്പടിയിലെ മണിമോഹൻ്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ അന്ന് ആ ജനത്തിരക്ക് കൊണ്ട് റോഡിൽ വരെ നിറച്ച ആളുകളായിരുന്നു. അപ്പം അതൊരു വലിയ പബ്ലിക് മീറ്റിംഗ് പോലെയായിരുന്നു. ആ വീട്ടിനകത്താണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നതെങ്കിലും അതിലേക്കുള്ള വഴിയിലൊക്കെ നിറച്ച ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് അന്ന് കണ്ടതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അങ്ങനെയുള്ള ആൾക്കൂട്ടമൊന്നുമില്ല. കാരണം ഇതൊരു വളരെ പേഴ്സണൽ മീറ്റിംഗ് ആണ്. അത്യാവശ്യം ആ കുടുംബക്കാരും ആ കുടുംബത്തിലുള്ള 5-6 പേരും ആ അയലോക്കത്തുള്ള 2-3 പേരും മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് അതൊരു പേഴ്സണൽ മീറ്റിംഗ് ആയതുകൊണ്ട് ശാരദാൻ സ്വാമികളൊക്കെ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട. കാരണം അത് വിളിച്ചിട്ടല്ലല്ലോ ചെന്നത്, വലിഞ്ഞേറി ചെന്നതല്ലേ. അപ്പോൾ ആ കുടുംബ മീറ്റിംഗ് ആയതുകൊണ്ട് അവിടെ ഇനി ഭക്ഷണമൊക്കെ വെക്കുകയാണെങ്കിൽ അത് പറയാതെ പോയി ക്ഷണിക്കാതെ പോയി കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അവിടെ അയൽക്കാരെ കൂടാതെ ആ വീടിനടുത്തുള്ളവരെ കൂടാതെ നവവിധാൻ എന്ന് പറയുന്ന ബ്രഹ്മസമാജത്തിൻ്റെ കേശവചന്ദ്രസേൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ പിരിഞ്ഞ് കേശവചന്ദ്രസേനൻ നേതൃത്വം കൊടുത്ത ആ ബ്രഹ്മസമാജം നവവിധാൻ, ആ നവവിധാൻ്റെ കേശവചന്ദ്രസേൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കളാണ് ചിരഞ്ജീവി ശർമ്മ, അമൃതലാൽ. ഇവർ രണ്ടുപേരും കൂടുതലായിട്ട് ആ വീട്ടുകാരെ കൂടാതെ അധികമായി അവിടെ വന്ന 2 പേര് എന്ന് പറയുന്നത് ചിരഞ്ജീവി ശർമ്മയും അമൃതലാലുമാണ്. അമൃതലാൽ ബസു, അതും ഈ നവവിധാൻ ബ്രഹ്മസമാജത്തിൻ്റെ നേതാക്കളിൽപ്പെട്ട ആൾക്കാരാണ്. ഇതെല്ലാം കൂടാതെ പിന്നെ ഭഗവാന്റെ ഒരു അടുത്ത ഭക്തൻ ഉണ്ടായിരുന്നത് കൊച്ചുഗോപാലനാണ്. ആ കൊച്ചുഗോപാലൻ ഇങ്ങനെ ഒരു 12 പേരിൽ താഴെ അടങ്ങുന്ന ഒരു കൊച്ചു സംഘമാണ് ആ ജയഗോപാൽ സെന്നിൻ്റെ വീടിൻ്റെ ആ സ്വീകരണ മുറിയിൽ ഇരുന്ന് ഭഗവാൻ അവരോട് സംസാരിക്കുന്നതാണ് ശാരദാൻ സ്വാമി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നത് എന്ന് ശാരദാൻ സ്വാമികൾ ഇവിടെ പറയുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ ആളുകളോട് സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ള കുടുംബ സദസ്സ് വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ സംസാര ശൈലി അല്ലെങ്കിൽ രീതി എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുന്ന ഇത്തരം ഒരു സത്സംഗത്തിൽ സംസാരിക്കുന്ന രീതിയാണ്. അതാണ് ശാരദാൻ സ്വാമികൾ അത് നോട്ട് ചെയ്തിട്ട് അന്ന് ശാരദാൻ സ്വാമികൾ നോട്ട് ചെയ്യാൻ കാരണമുണ്ട്. അന്ന് അവർ യുവാവാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു മഹാനുഭാവനെ കാണാൻ പോകുമ്പോൾ അവരുടെ ആ രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കൗതുകത്തോടെ കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്നതാണ് ശാരദാൻ സ്വാമികൾ പിന്നീട് അതിൽ എഴുതിയത്. അപ്പം അതിൽ പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ സംസാരിക്കുമ്പോൾ ഈ തർക്കയുക്തികളൊന്നുമില്ല, തർക്കിക്കലില്ല. അതാണ് ഒരു കാര്യം കണ്ടത്. പിന്നെ വലിയ വാഗ്ധോരണിയില്ല.
സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന പോലുള്ള വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചു അങ്ങനെയുള്ള ഒരു പരിപാടിയുമില്ല. വാഗ്ധോരണി ഒട്ടുമില്ല. പിന്നെ ശൈലീ പ്രയോഗം കൊണ്ട്, അതായത് ചിലർ സംസാരിക്കുമ്പോൾ അവരുടേതായ ഒരു ശൈലി ഉപയോഗിക്കും. എന്നിട്ട് ആ ശൈലി ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കഴമ്പും കാണില്ല, കേൾക്കുന്നവന് ഒരു പ്രയോജനവുമില്ല. ഇയാളുടെ ഈ വാഗ്ധോരണി കേൾക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ ആ ശൈലി ബദ്ധമായ ഒരു സംഭാഷണ രീതി, സംഭാഷണ ശൈലി കേൾക്കാമെന്നല്ലാതെ യാതൊരു കഴമ്പുമില്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. പലതരം സംഭാഷണ രീതികളെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികൾ ഇവിടെ ഒന്ന് നരേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കഴമ്പില്ലാതെ വലിച്ചു നീട്ടിയുള്ള ഒരു സംഭാഷണവും ശ്രീരാമകൃഷ്ണദേവൻ പറയില്ല. പിന്നെ ഈ ദാർശനികരെ പോലെ, വലിയ പണ്ഡിതരായ ദാർശനികരായ ആൾക്കാർ പറയുന്ന പോലെ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞു, കുറേ ഉദാഹരണം, ഈ സബ്ജക്റ്റിലേക്ക് വരൂല, പകരം ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതും ദാർശനികമായ ഉദാഹരണങ്ങൾ. കേൾക്കുന്നവൻ്റെ തല പുകയുമെന്നുള്ളതല്ലാതെ, അതായത് ഈ പറയുന്നവൻ അവൻ്റെ മേന്മയെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ദാർശനിക ഉദാഹരണങ്ങൾ ഇതൊന്നും ശ്രീരാമകൃഷ്ണദേവന്റെ സംഭാഷണത്തിൽ ഇല്ലേയില്ല. പിന്നെ കൂടുതൽ, അതായത് കുറേ അധികം വിഷയങ്ങൾ, അതായത് കുറേ കാര്യങ്ങൾ അറിയാം, ഇതെല്ലാം കൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് കേൾക്കുന്നവരുടെ തലയിലേക്ക് കുത്തി നിറയ്ക്കുന്ന പരിപാടി ശ്രീരാമകൃഷ്ണദേവനില്ല. നോക്കി, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോൾ കേൾക്കുന്ന പല പ്രഭാഷകരെയും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം ഇങ്ങനെ വരും. അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇത്തരം ചർവിതചർവണം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെ നമ്മൾ ബോധ്യപ്പെടുന്ന അങ്ങനെ. അപ്പം എത്രമാത്രം ലളിതമായിട്ടാണ്, ലാളിത്യത്തോടു കൂടിയാണ്, വളരെ പേഴ്സണലായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ആളുകളോട് സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രമാണ് ഇവിടെ ശാരദാനന്ദ സ്വാമികൾ വരച്ചു കാട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചൊന്നും പറയില്ല, കുറച്ച് സമയം കൊണ്ട് പറയാൻ ശ്രമിക്കില്ല. പിന്നെ ഏറ്റവും രസകരമായിട്ട് ഈ ഭാഷ ശ്രദ്ധിക്കുകയേയില്ല. തനി അന്നത്തെ ഗ്രാമീണ ബംഗാളി കൊളോക്കിയൽ ഭാഷയിൽ സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരൻ്റെ സംഭാഷണ ശൈലി മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് പറയുന്നു, ആ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഭഗവാൻ ശ്രദ്ധിക്കുക പോലുമില്ല. അത് ഇത്തിരി വില കുറഞ്ഞ വാക്കാണെന്നോ അല്ലെങ്കിൽ അതിന് കുറെ കൂടെ ഒരു സാഹിത്യ ഭംഗിയിൽ പറയാമെന്നോ ഒന്നും ശ്രീരാമകൃഷ്ണദേവൻ ശ്രദ്ധിക്കില്ല. വളരെ ലളിതം. സ്വന്തം ഭാഷയെക്കുറിച്ച് ശ്രദ്ധിക്കുകയില്ല. എന്നാൽ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയത്തക്ക വിധം അവർക്ക് പരിചിതമായ വസ്തുതകൾ കൊണ്ടും, അതായത് കേൾവിക്കാർക്ക് പരിചയമുള്ള വസ്തുക്കളെ കൊണ്ടും സംഭവങ്ങളെ കൊണ്ടുമുള്ള ഉദാഹരണം പറയുകയും ചെയ്യും. കേൾവിക്കാർക്ക് പരിചിതമായ വസ്തുക്കളും കേൾവിക്കാർക്ക് പരിചിതമായ സംഭവങ്ങളും ഭഗവാൻ ഉദാഹരണമായി പറയും. അല്ലാതെ പാണ്ഡിത്യത്തിൻ്റെ ഉദാഹരണങ്ങളല്ല പറയുക എന്നാണ് പറഞ്ഞത്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവന്റെ സംഭാഷണ ശൈലിയെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികൾ വിവരിക്കുന്നത്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, താൻ എങ്ങനെയാണിത്, തൻ്റെ സംഭാഷണം എന്താണ് എന്ന് കേൾവിക്കാരെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കും. എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അതായത് കാളിമാതാവിൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. എൻ്റെ വാക്കുകളല്ല, അമ്മയുടെ വാക്കുകളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ പറയുന്ന ഒരു സെൻറ്റൻസാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. കാളിമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാവിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഉള്ളിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, അതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ട്. ഉള്ളിലുള്ള അറിവ്, അതായത് ഉള്ളിൽ നിന്ന് വരുന്ന ഈ അറിവ് ഒരിക്കലും കാലിയാവില്ല. അതായത് ഏതൊരു കാര്യവും ഭഗവാൻ അത് വളരെ ലളിതമായിട്ടാണത്. എന്തൊരു കാര്യവും നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ, ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വാരി വാരി കൊടുത്തുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഈ പാത്രം കാലിയാവും.
എത്ര വിലപിടിപ്പുള്ള പാത്രമായാലും അതിനകത്ത് എത്ര വിലപിടിപ്പുള്ള വസ്തുവാണ് കൊടുക്കുന്നതെങ്കിലും അത് കുറച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും അത് കാലിയാവും, പാത്രം കാലിയാവും. എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈ പറയുന്നത് കൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഇത് ഉള്ളിൽ കാലിയാവുകയേ ഇല്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് പറയും തോറും അമ്മ ഇങ്ങനെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഈ കേൾക്കുന്നവരോട് പറയും. അതുകൊണ്ട് എന്തൊരു ഗുണം, ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കണ്ട. ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരില്ല. പുതിയ പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റും. അത് ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് അമ്മ നിറച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അറിവിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നോ ഏതെങ്കിലും പ്രമാണ ഗ്രന്ഥങ്ങൾ പഠിച്ചത് കൊണ്ടോ ഒന്നുമല്ല. കാളീമാതാവ് ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കുന്ന, അനുഗ്രഹം കൊണ്ട് നിറച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഈ കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ പറയും. എന്നിട്ട് എങ്ങനെയാണ് ഈ ഉദാഹരണം തിരഞ്ഞെടുക്കുന്നതെന്നും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്തു. ഞാനൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഉദാഹരണം ചേർത്താണ് എപ്പോഴും പറയുക. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഇപ്പോൾ വചനാമൃതം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചുള്ള ഏത് കഥ വായിച്ചാലും ഏത് സന്ദർഭത്തിൽ നമ്മൾ വായിച്ചാലും നമുക്ക് ഉടനെ മനസ്സിലാവും, ഭഗവാൻ ഉടനെ ഒരു കഥ കൂടെ അങ്ങ് പറയും. അത് ഉടനെ ഒരു കഥ പറയും. അപ്പം കഥ പറഞ്ഞുകൊണ്ടാണ് ഓരോ ആധ്യാത്മിക വിഷയങ്ങളും, ഗഹനമായ ആധ്യാത്മിക വിഷയങ്ങൾ ഭഗവാൻ ഇങ്ങനെ കേൾവിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഓരോ കൊച്ചു 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 കഥ എന്ന് പറയുമ്പോൾ വലിയ ഗഹനമായ കഥയൊന്നുമില്ല, വളരെ ലളിതമായ കഥയായിരിക്കും പറയുക. ഇപ്പോൾ വേലക്കാരി പറയുന്ന പോലെ ഒരു കഥ. വേലക്കാരി, ഒരു ധനികൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരി ധനികൻ്റെ മകനെ എൻ്റെ രാമൻ, എൻ്റെ കൃഷ്ണൻ എന്നായിരിക്കും ധനികൻ്റെ മകനെ കരുതുന്നത്. പക്ഷേ വേലക്കാരിക്കറിയാം ഇത് എൻ്റെ മക്കളല്ല, എൻ്റെ മക്കൾ നാട്ടുംപുറത്താണ്, എൻ്റെ നാട്ടുംപുറത്തുള്ള മക്കളാണ് എൻ്റെ മക്കൾ, ഈ മക്കൾ എൻ്റെ മക്കളല്ല, പക്ഷേ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതെൻ്റെ മക്കളായിട്ട് ഞാൻ കരുതുന്നു എന്ന് എന്നോട് ഇവിടുന്ന് പോകാൻ പറയുന്നു. അന്നൊരു പെട്ടി സഞ്ചി പോലും എടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്, ഒരു കഥയായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുപോലുള്ള കഥകളാണ്, സന്ദർഭത്തിനനുസരിച്ചാണ് ആ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ. ഇവിടെ ഈ ഉദാഹരണം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതിന് ഒരു ഉദാഹരണം തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് ഒരു കഥ ഇവിടെ ശാരദാൻ സ്വാമികൾ പറഞ്ഞ് വിവരിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണ് ഒരു ഉദാഹരണം പറയുന്നത്. ഈ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് താമസിക്കുന്ന ആ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു വെടിമരുന്ന് ശാല, വെടിക്കോപ്പ് നിർമ്മാണശാലയുണ്ട്. വെടിക്കോപ്പ് നിർമ്മാണശാല, അത് ഇംഗ്ലീഷുകാരുടേതാണ്. വെടിക്കോപ്പ് നിർമ്മാണശാല ഇപ്പോഴും പോകുന്നവർക്ക് ആ വെടിക്കോപ്പ് നിർമ്മാണശാലയുടെ കെട്ടിടം കാണാൻ പറ്റും. ഇപ്പോഴും അവിടെ കാണാം ആ പഴയ കെട്ടിടം. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുന്ന നമുക്ക് ഭഗവാൻ ഈ വെടിക്കോപ്പ് നിർമ്മാണശാലയെക്കുറിച്ച് പറഞ്ഞ കഥയൊക്കെ എപ്പോഴും നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ആ വെടിക്കോപ്പ് നിർമ്മാണശാലയിലെ പട്ടാളക്കാർ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് മുറിയിലേക്ക് വരും. അപ്പോൾ ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ വന്നപ്പോൾ ചോദിച്ചു, മനുഷ്യന് ഈ സംസാരത്തിൽ, അവർ ഈ പട്ടാളക്കാരാണെന്നൊക്കെ അവിടുത്തെ പട്ടാളക്കാരാണെങ്കിലും അവരെല്ലാം ആധ്യാത്മികമായ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് കൂടെ വന്ന് അവർക്ക് ഈ ആധ്യാത്മിക വിഷയങ്ങളിൽ പല കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നവരാണ്. അല്ലാതെ അവർ തീരെ ഈ ആധ്യാത്മിക വിഷയങ്ങളിൽ ഒട്ടും അറിവില്ലാത്തവരല്ല. ഭഗവാന്റെ അടുത്ത് കൂടെ വന്ന് അവർക്കും ഒരറിവൊക്കെ വന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ, ഈ വിഷയത്തിൽ. അപ്പം ഈ ഭഗവാൻ പറയുന്നത് കൂടെ കേട്ടുള്ള ശീലം കൊണ്ട് ഈ പട്ടാളക്കാരിൽ ഒരാൾ ഒരിക്കൽ ചോദിച്ചു, മനുഷ്യൻ ഈ സംസാര ജീവിതത്തിൽ, ഈ സംസാരത്തിൽ ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുക? ഈ സംസാരത്തിൽ ജീവിച്ചുകൊണ്ട്, ഈ തിരക്കിനിടയിൽ, ഈ ബഹളത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുക എന്ന് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു. അപ്പം ഈ
ഇത് ചോദിക്കുന്ന ഇപ്പം ശ്രീരാമകൃഷ്ണദേവനോട് ഇത് ചോദിക്കുമ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ ആ സമയത്ത് കണ്ട ഒരു ചിത്രം, അവിടെ കണ്ട ഒരു ചിത്രമുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ചിത്രം വെച്ചാൽ അവിടെ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച എന്തെന്ന് വെച്ചാൽ ഈ പൊടിക്കുന്ന ഒരു നെല്ല് കുത്തുന്ന ഒരു യന്ത്രത്തെക്കുറിച്ചുള്ള യന്ത്രത്തിൻ്റെ ഒരു കാഴ്ചയാണ്. നെല്ല് കുത്തുന്ന ഒരു യന്ത്രം അവിടെ കാഴ്ച കണ്ടു. അപ്പോൾ ഈ നെല്ല് കുത്തുന്ന യന്ത്രം കണ്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഉടൻ തന്നെ ഈ സംശയം ചോദിച്ച ആളോട്, ഈ പട്ടാളക്കാരൻ ചോദിച്ച സംശയം, എങ്ങനെയാണ് ഈ തിരക്ക് പിടിച്ച സംസാര ജീവിതത്തിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടാനുള്ള മാർഗമുണ്ട്, അതിനുള്ള ശ്രദ്ധ എങ്ങനെ കിട്ടും എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഈ നെല്ല് കുത്തുന്ന യന്ത്രം കണ്ടത്. അപ്പം നെല്ല് കുത്തുന്ന യന്ത്രം കണ്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഉടൻ ആ നെല്ല് കുത്തുന്ന യന്ത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദേ ഈ നെല്ല് കുത്തുന്ന യന്ത്രം കണ്ടോ, ഇതിൻ്റെ ഒരു ദ്വാരത്തിലൂടെ വേണം ഇങ്ങനെ നെല്ലിട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ആ നെല്ലിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ നെല്ല് കുത്തുന്ന ആ ഭാഗത്ത് ഈ ഒലക്ക പോലെ വന്ന് ഇടിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. ഈ നെല്ല് കുത്തുന്ന യന്ത്രത്തിന് ഈ ഒലക്ക വന്ന് ഇടിക്കുന്ന പോലുള്ള ഒരു ഭാഗമുണ്ട്. അത് യന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഈ കൈകൊണ്ട് ഈ ദ്വാരത്തിലൂടെ നെല്ലിട്ട് കൊടുക്കുകയും ഈ ഒലക്ക വന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ഈ ഒലക്ക വന്ന് കയ്യിലിടിച്ച് കൈ ചതഞ്ഞു പോകും. പക്ഷേ ഈ നെല്ല് കുത്തുന്നവർ ഒരിക്കലും അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറുന്നില്ല. പകരം അവർ ഈ നെല്ല് കുത്തുന്നതിന് വേണ്ടി നെല്ലിട്ട് കൊടുക്കുകയും ആ യന്ത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്യും. ചിലപ്പോൾ വരുന്ന ആളുകളോട് സംസാരിക്കും, ചിലപ്പോൾ വേറെ ആളുകളോട് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ പക്ഷെ ഒരിക്കലും അവരുടെ ശരീരത്തിന് കേടുപറ്റും, അല്ല അവരുടെ കൈക്കൊരു ക്ഷതം സംഭവിക്കുന്ന പോലെ ഒന്നും അവിടെ സംഭവിക്കില്ല. കാര്യം അത് വളരെ കൃത്യമായിട്ട് ആ നെല്ല് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നോക്കൂ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ചെയ്യാൻ പറ്റുന്നു. പണ്ട് നമുക്ക് പരിചയമുള്ള ഒരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഓർക്കാവുന്നതാണ്. ഭഗവാൻ പറഞ്ഞ ആ ഉദാഹരണം വെച്ച് നമ്മുടെ പരിചയമുള്ള ഒരു കാര്യം നമുക്ക് ഓർക്കാവുന്നതാണ്. പണ്ടൊക്കെ ഈ നമ്മുടെ കടത്തിണ്ണകളിലൊക്കെ ഇരുന്ന് ബീഡി തെറുക്കുന്ന ബീഡിത്തൊഴിലാളികളുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. ഇപ്പം ബീഡിത്തൊഴിലാളികളൊന്നുമില്ല. അപ്പം ഈ ബീഡിത്തൊഴിലാളികൾ മുറം വെച്ചുകൊണ്ട് ഇരുന്ന് ഈ ബീഡി തെറുക്കുകയും ഈ പുകയില കട്ട് ചെയ്യുകയും അതിനെ ചുരുട്ടുകയും അതിനകത്ത് ബീഡിയുടെ ചുക്ക ഇടുകയും നൂലിട്ട് കെട്ടി ഇങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കും. വളരെ സ്പീഡിലാണ് അത് ചെയ്യുക. അന്ന് കണ്ടിട്ടുള്ളവർക്ക് ഇതറിയാം. ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവർ ഇത് കണ്ടിട്ടില്ല, അവരുകൊണ്ട് ഈ കാഴ്ച അറിയാൻ സാധ്യതയില്ല. അപ്പം അവർ ചെയ്യുന്നത്, അവരിങ്ങനെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. കത്രിക എടുത്ത് ഈ പുകയില കട്ട് ചെയ്യും, ബീഡിയുടെ ഇല കട്ട് ചെയ്യും, എന്നിട്ട് അത് ചുരുട്ടും, അതിനകത്ത് ചുക്ക നിറയ്ക്കും, നൂലിട്ട് കെട്ടും, മറിച്ച് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഈ പണി മടിയിൽ വെച്ച് ഇത് ചെയ്തുകൊണ്ടേയിരിക്കെങ്കിലും അവർ ഒരിക്കൽ പോലും ഈ ഇലയിലേക്കോ കത്രികയിലേക്കോ ഇടുന്ന ജോലിയിലോ അവരുടെ ദൃഷ്ടി അവിടെ പോകുന്നതേയില്ല. പകരം ഈ ബീഡിത്തൊഴിലാളികളുടെ ചുറ്റും ഇരുന്നു കൊണ്ടാണ് അന്നത്തെ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സംസാരങ്ങളും ഉണ്ടാകുന്നത്. രാഷ്ട്രീയ സംസാരങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ബീഡിത്തൊഴിലാളികൾക്ക് ചുറ്റും അന്നത്തെ കാലത്ത് അതാണ്. ആ കടത്തിണ്ണയിൽ ഇരുന്നുകൊണ്ടാണ് അന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത്. ഞാൻ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് രസകരമായൊരു അനുഭവം ഉള്ളത്, ഈ ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് പോകുന്ന വഴിയിൽ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ചാലക്കുടിയിൽ നിന്ന് പോകുന്ന വഴിയാണ്. അപ്പം അവിടുത്തെ ഒരു ബീഡിത്തൊഴിലാളി അയാൾ കാർഡിൽ ആ പ്രദേശത്തെ വാർത്തകൾ എഴുതി എല്ലാ പത്രം ഓഫീസുകളിലേക്കും അയക്കും. അത് അയാളുടെ ജോലിയാണ്. അയാളുടെ കയ്യിൽ ആ ബീഡി തെറുക്കുന്ന ആൾ, അയാളുടെ കയ്യിൽ കുറേ അന്നത്തെ 5 പൈസയോ 2 പൈസയോ എങ്ങാണ്ടേ ഉള്ളൂ പോസ്റ്റ് കാർഡ്, അതിങ്ങനെ അടുക്കി വെച്ചേക്കും. ഈ കാർഡ് എടുത്ത് ഈ വരുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ഇയാൾ ഈ കാർഡിൽ എഴുതി അന്നത്തെ കാലത്ത് എല്ലാ പത്രങ്ങൾക്കും അയക്കും. ഇവിടുത്തെ അന്ന് മലയാളത്തിലുള്ള പ്രമുഖരമായ എല്ലാ പത്രങ്ങളിലേക്കും ഈ കത്തുകൾ വരും. ഇയാൾ വളരെ പ്രശസ്തനായിരുന്നു. ഈ കയ്യക്ഷരം എല്ലാ പത്രസ്ഥാപനങ്ങളിലും വളരെ പ്രശസ്തമായിരുന്നു. ഇയാളെ അത്രമാത്രം ആളുകൾ ആളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ആളൂർ ജോയി എന്നെങ്ങാണ്ടാണ് അയാളുടെ പേരെന്ന് ഇപ്പോൾ ഓർക്കുന്നു. ആളൂർ ജോയി.
ഈ ആളൂർ ജോയി എന്നുള്ള പേര് അന്നത്തെ കാലത്ത് എല്ലാ പത്രങ്ങളിലും പ്രശസ്തമായിരുന്നു. കാര്യം ഈ പോസ്റ്റ് കാർഡ് വരും. ഈ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇയാൾ ഈ വാർത്തകൾ കേൾക്കുന്നതും ആളുകൾ പറയുന്ന സംഭാഷണങ്ങൾ കേൾക്കുന്നതും അതിൽ നിന്ന് പ്രധാനപ്പെട്ടതായി തോന്നുന്ന വാർത്തകളെല്ലാം എഴുതുന്നതും. അതൊക്കെ പിന്നീട് ജോലി കഴിഞ്ഞ് പോണ വഴിക്കാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്, പോസ്റ്റ് ഓഫീസിൽ പോയി. പക്ഷേ ഈ ജോലി എടുക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ഈ ബീഡി തെറുക്കുന്ന സമയത്ത് തന്നെയാണ്. ഒരേ സമയത്ത് പല ജോലികൾ ചെയ്യുന്നു. ഇത് ശ്രീരാമകൃഷ്ണദേവനും അതാണ് പറഞ്ഞത്. ഈ പട്ടാളക്കാരോട് പറഞ്ഞത് ഈ നെല്ല് കുത്തുന്ന സമയത്ത് തന്നെയാണ് മറ്റു കാര്യങ്ങളിലും ജോലി ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതേപോലെയാണ് ഈ സംസാരത്തിൽ ജീവിക്കുമ്പോൾ ഈശ്വരനുമായിട്ട് സംഭാഷണം നടത്തുന്നത്. ഈശ്വരനുമായിട്ട് ഈശ്വര സഖ്യം എന്ന് പറയുന്നത്, ഈശ്വരനെ ചിന്തിക്കുന്നതും ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രത്യേകമായൊരു സമയം ആവശ്യമില്ല. ജോലി നടക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതിന് ഉദാഹരണം. അപ്പം ഒരു ശാരദാനന്ദ സ്വാമികൾ ഇത് പറയാൻ കാരണം ഭഗവാൻ അപ്പോൾ കണ്ട ഒരു കാഴ്ചയിൽ നിന്നാണ് ഉദാഹരണം പറയുന്നത് എന്നുള്ളത് കൊണ്ട്. ഇതേ ഉദാഹരണം ഭഗവാൻ മുമ്പ് വീണ്ടും വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രനാഥ മിത്ര ഒരിക്കൽ ഭഗവാനെ ഒരു സ്റ്റുഡിയോയിൽ വിളിച്ചുകൊണ്ടുപോയി, ബംഗാൾ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ബംഗാൾ സ്റ്റുഡിയോയിൽ വിളിച്ചുകൊണ്ട് പോയി ഒരു ഫോട്ടോ എടുത്ത് അതാണ് നമുക്ക് വളരെ പ്രശസ്തമായി കാണാവുന്ന ഒരു കയ്യിൽ ഒരു സൈഡിൽ ഒരു സ്റ്റാൻഡിൽ ഭഗവാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സമാധിയാവസ്ഥയിൽ ഇങ്ങനെ ഭഗവാൻ നിൽക്കുന്ന, ആ കോട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ, വളരെ പ്രശസ്തമായ ഫോട്ടോ. ആ ഫോട്ടോ എടുക്കുന്നതിന് ബംഗാൾ സ്റ്റുഡിയോയിലേക്ക് ഭഗവാൻ പോയ സമയത്ത് അവിടുത്തെ ആ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞു കൊടുത്തത് മഷി പുരട്ടുന്നതും ആ ചില്ലിൽ മഷി പുരട്ടുന്നതും എന്നിട്ട് ആ മഷി പുരട്ടി എങ്ങനെയാണ് ആ പ്രിൻ്റ് അല്ലെങ്കിൽ ഇംപ്രഷൻ എടുക്കുന്നത് എന്നൊക്കെയുള്ള സാങ്കേതിക വിദ്യ ശ്രീരാമകൃഷ്ണദേവനെ ആ ബംഗാൾ സ്റ്റുഡിയോയിലുള്ള ആ ഫോട്ടോഗ്രാഫർ പഠിപ്പിച്ചു കൊടുത്തു. ഈ കാഴ്ചയെയാണ് പിന്നീട് അടുത്ത സത്സംഗത്തിൽ വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ഹൃദയത്തിൽ മഷി പുരട്ടണം. ഈശ്വരൻ്റെ രൂപം നമ്മുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ ഹൃദയത്തിൽ ഭക്തിയാകുന്ന മഷി പുരട്ടണം. നോക്കൂ, ഒരു കാഴ്ച കണ്ടപ്പോൾ ആ കാഴ്ചയെ എങ്ങനെയാണ് തൻ്റെ ആധ്യാത്മിക വിഷയം അവതരിപ്പിക്കാൻ ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണത്തിൽ ഒന്നതാണ്. ഹൃദയത്തിൽ ഭക്തിയാകുന്ന മഷി പുരട്ടണം, എങ്കിലേ ഭഗവാന്റെ രൂപം മനസ്സിൽ പതിയുകയുള്ളൂ. ഒരു ഫോട്ടോഗ്രാഫി കണ്ടതിൻ്റെ ഉദാഹരണം, ഒരു സ്റ്റുഡിയോ സന്ദർശിച്ചതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഭഗവാൻ അടുത്ത സത്സംഗത്തിൽ ഈ കഥ പറയുന്നത്. അപ്പം അതാണ് ശാരദാനന്ദ ഭഗവാൻ കാണുന്ന വസ്തുതയാണ്, അല്ലാതെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതൊന്നുമല്ല. കാണുന്ന കാഴ്ചകളിൽ നിന്നാണ് ഭഗവാൻ ഉദാഹരണങ്ങൾ തേടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള ഭഗവാന്റെ ആ പ്രത്യേക, അതായത് ഭഗവാന്റെ എങ്ങനെയാണ് ഇവിടെ ഇപ്പം നമ്മുടെ ജയഗോപാൽസന്റെ വീട്ടിൽ വന്നുള്ള സംഭാഷണം എങ്ങനെയാണ് എന്ന് വായനക്കാരായ നമ്മെ, അടുത്ത വരാൻ പോകുന്ന തലമുറയിൽപ്പെട്ട നമ്മളെപ്പോലുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശാരദാനന്ദ സ്വാമികൾ ഇത്തരം വിവരണങ്ങൾ വളരെ വ്യക്തമായി. അപ്പം നമ്മൾക്കും ആ സ്ഥലത്ത് 1883 ഈ ജയഗോപാൽസന്റെ വീട്ടിൽ ചെന്നിരുന്ന പോലത്തെ ഒരു അനുഭവമാണ് ഇത് വായിക്കുമ്പോൾ നമുക്കും കിട്ടുന്നത്. അപ്പം അതാണ് അപ്പം ഇങ്ങനെ എന്നിട്ട് ഭഗവാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയാൻ എന്നെ തോന്നിപ്പിക്കുന്നത് കാളിമാതാവ് തന്നെയാണ്. അമ്മ പറയും, നീ ഈ ഉദാഹരണം പറഞ്ഞു എന്ന് പറയും. അതായത് പൊടിപ്പും തൊങ്ങലും ഒന്നും വെച്ച് ആളുകളെ അമ്പരപ്പിക്കുന്ന ഒരു സംഭാഷണ രീതി ഭഗവാൻ ഒട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ പ്രഭാഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ പൊടിപ്പും തൊങ്ങലും. കാരണം യഥാർത്ഥ സബ്ജക്റ്റിലേക്ക് അവർ വരികയേയില്ല, പൊടിപ്പും തൊങ്ങലും മാത്രം. അതുകൊണ്ടാണ് അന്ന് ഭഗവാൻ ഇത് പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ല. പിന്നെ ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരം പറയും. ആര് എന്ത് ചോദിച്ചാലും അതിൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആൻസർ ആയിരിക്കും ഭഗവാൻ പറയുക. അതും മനസ്സിൽ പതിയുന്ന തരത്തിൽ, ആ മനസ്സിൽ, അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ നിന്നത് മായുകയേയില്ല. അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്ന തരത്തിലായിരിക്കും, ചോദിക്കുന്നവൻ്റെ മനസ്സിൽ പതിയുന്ന തരത്തിലായിരിക്കും ഭഗവാന്റെ ആ ഉത്തരം എന്ന് പറയുന്നു. എന്നിട്ട് ഇതിന്
ശാരദാൻ സ്വാമികൾ പറഞ്ഞത്, ഭഗവാന്റെ ഈ ഒരു ശൈലിക്ക് പറയുന്ന ഒരു വാക്ക് ശാരദാൻ സ്വാമികൾ പറഞ്ഞു, ഇതാണ് സിദ്ധാന്തവാക്യ പ്രയോഗം. സിദ്ധാന്തവാക്യ പ്രയോഗം എന്നാണ് ഭഗവാന്റെ സംഭാഷണ ശൈലിക്ക് ശാരദാനന്ദ സ്വാമികൾ ഇട്ടിരിക്കുന്ന പേര്. സിദ്ധാന്തവാക്യ പ്രയോഗം എന്ന് പറഞ്ഞാൽ അതായത് നേരെ ആ പറയുന്ന കാര്യങ്ങൾ ആ സിദ്ധാന്തത്തിനനുസരിച്ച് കേൾവിക്കാരൻ്റെ മനസ്സിൽ പതിയത്തക്ക രീതിയിലുള്ള ആ പ്രയോഗം എന്നാണ് അതിനെ വിവരിച്ചു തന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രധാന കാര്യം, ഏതൊരു കാര്യം ഭഗവാൻ പറയുന്നു എങ്കിൽ അത് സ്വയം അനുഭവതലത്തിൽ വന്നത് മാത്രമേ ഭഗവാൻ പറയുള്ളൂ. ഭഗവാന്റെ ഒരു പ്രത്യേകത, സ്വയം അനുഭവതലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഈ ലീലാമൃതത്തിൻ്റെ രചനയിൽ ശാരദാനന്ദ സ്വാമികളും വചനാമൃതത്തിൻ്റെ രചനയിൽ മാസ്റ്റർ മഹാശയനും സ്വീകരിച്ചത് ഈ ഭഗവാന്റെ ഭഗവാന്റെ രീതി തന്നെയാണ്. സ്വയം ബോധ്യപ്പെട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ പറയൂ. ഭഗവാനെക്കുറിച്ച് എഴുതുമ്പോൾ സ്വയം അനുഭവപ്പെട്ടത് മാത്രമേ ഈ രണ്ടു പേരും എഴുതിയിട്ടുള്ളൂ. അതായത് പറഞ്ഞു കേട്ട കഥകളോ ഊഹാപോഹങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് ലീലാമൃതമായാലും ശ്രീരാമകൃഷ്ണ വചനാമൃതമായാലും ഡയറക്റ്റാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ചേർക്കലോ കൂട്ടിച്ചേർക്കലോ ഭംഗി വരുത്തലോ ഒന്നുമില്ല. കാരണം ഈ രണ്ടു പേരും ഭഗവാന്റെ ആ ശൈലി തന്നെയാണ് അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കാനും സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് 100% ഇക്കാര്യത്തിൽ ആ രണ്ട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഭഗവാനെ സാക്ഷാത്കരിച്ച് കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. എന്താണോ അവരനുഭവിച്ചത് അത് മാത്രമേ ഈ ഗ്രന്ഥങ്ങളിലുള്ളൂ. ഈ ഭഗവാൻ അനുഭവിച്ചാലേ അത് പറയൂ എന്ന് പറയുന്നതിന് ഒരു കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഈ കുഞ്ഞ് കൂടുതൽ മധുരം കഴിക്കുന്ന ഒരു കുഞ്ഞിന്, അല്ലെങ്കിൽ മിഠായി കഴിക്കാൻ എപ്പോൾ നോക്കിയാലും മിഠായി കഴിക്കുന്ന ഒരു കുഞ്ഞിനെ ആ സ്വഭാവം മാറ്റാനായിട്ട് അതിൻ്റെ അമ്മ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരുന്ന ഭഗവാൻ പറയുന്നുണ്ട് 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ ഈ അമ്മ വീണ്ടും കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ ആ കുഞ്ഞിനെ എടുത്തിട്ട് നീ മിഠായി കഴിക്കരുത്, അത് നിൻ്റെ ആരോഗ്യത്തിന് കേടാണ്, അല്ലെങ്കിൽ അത് കഴിക്കരുത് എന്നുള്ള ഉപദേശം കൊടുത്തു. അപ്പം ഈ അമ്മ ചോദിച്ചു, ഈ ഒരു കാര്യം പറയാനാണ് 1 മാസം കാത്തിരുന്നത്, എന്നിട്ട് എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ 1 മാസം കൊണ്ട് ഞാൻ മിഠായി കഴിക്കുന്നത് നിർത്തി. ആദ്യം അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ മിഠായി കഴിക്കുന്ന സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മിഠായി കഴിക്കുന്ന സ്വഭാവം നിർത്തിയിട്ട് വേണം കുഞ്ഞിനെ ഉപദേശിക്കാൻ. അതാണ് ഭഗവാൻ എപ്പോഴും സ്വയം അത് ശീലമായതിനു ശേഷം മാത്രമേ ഉപദേശം കൊടുക്കുകയുള്ളൂ. ഇതാണ് ശാരദാനന്ദ സ്വാമികളും ഇവിടെ പറഞ്ഞത്. പിന്നെ ഭഗവാന്റെ വേറൊരു ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഭഗവാൻ ഈ ഭക്തന്മാരോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത്, ഈ പറഞ്ഞതിനപ്പുറം മറ്റൊരു മാർഗമോ ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തിന് വേറൊരു മാർഗമില്ല. ഏതു കാര്യത്തെക്കുറിച്ചാണോ ഞാനിപ്പോൾ പറഞ്ഞത്, ഏത് കാര്യത്തിൻ്റെ ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്ന മറുപടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ ഐദർ ഓർ എന്നുള്ളൊരു പ്രയോഗം ഭഗവാനില്ല. ഈ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യം കേൾക്കുക, അത് ബോധ്യപ്പെടുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു വിശദീകരണമില്ല. ഇതാണ് ഭഗവാന്റെ വേറൊരു ഇതായിട്ട് പറയുന്നത്. എന്നാൽ പറയുന്നതിലെ ദൃഢവിശ്വാസം മൂലം കേൾക്കുന്നവർക്കത് ഒരിക്കലും പിന്നീട് ഒരു സംശയം ഉണ്ടാവാറില്ല. ഭഗവാൻ ഈ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു സംശയം കേൾക്കുന്നവർക്ക് പിന്നീട് മനസ്സിൽ തോന്നുമോ എന്ന ഭയം വേണ്ട. കാര്യം ഭഗവാൻ പറയുന്നത് ദൃഢമായ വിശ്വാസത്തോടു കൂടി പറയുന്നു എന്നുള്ളത് കൊണ്ട് കേൾക്കുന്നവർക്ക് പിന്നെ സംശയമേ ഇല്ല. നോക്ക്, ഭഗവാന്റെ ഒരു സത്സംഗത്തിൽ ഭഗവാൻ സംഭാഷണം ചെയ്യുന്നതിൻ്റെ, ഉപദേശങ്ങൾ നൽകുന്നതിൻ്റെ ഒരു പ്രത്യേകതകളാണ് ഈ വിവരിച്ചത് മുഴുവൻ. അപ്പോൾ എന്നിട്ട് ഭഗവാൻ അവസാനം പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് ശാരദാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. ഞാൻ ഈ പറയാനുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു.
ഭഗവാൻ ഇങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുമ്പോൾ ഭഗവാൻ പറയാറുള്ള, സാധാരണ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഞാൻ ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തലയും വാലുമൊക്കെ വേണമെങ്കിൽ കളയാം. പ്രത്യേകിച്ച് ഈ ബ്രഹ്മസമാജം നേതാക്കളോട് സംഭാഷണം നടത്തുമ്പോഴാണ് ഈ ഒരു സംഭാഷണം കൂടുതലായിട്ട് പറയാം. കാര്യം ബ്രഹ്മസമാജത്തിൻ്റെ ആളുകൾ പല പല വിശ്വാസ പ്രമാണങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പുസ്തകങ്ങൾ വായിച്ചും പല സിദ്ധാന്തങ്ങൾ പഠിച്ചുമൊക്കെ വന്ന വളരെ വിദ്യാസമ്പന്നരായ കൽക്കട്ടയിലെ അന്നത്തെ ഏറ്റവും മഹത് വ്യക്തികളാണ് പലരും. അത്തരം അറിവ് ഉള്ളിൽ നിറച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരത് അതേപടി അതങ്ങ് വിഴുങ്ങും എന്നൊന്നും ഭഗവാൻ അറിയാം. അങ്ങനെയൊന്നും ചെയ്യില്ല. അവരെപ്പോഴും സംശയാലുക്കളാണ്. നോക്കൂ, വിവേകാനന്ദ സ്വാമികൾ, നരേന്ദ്രൻ എത്ര കാലം അവസാനം വരെയും സംശയാലുവായിരുന്നു. സംശയം 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 സംശയം. ഈ സംശയത്തിൽ നിന്ന് ഒരിക്കലും മോചനം. അപ്പോൾ അത് ആ കൽക്കട്ടക്കാരുടെ അന്നത്തെ ഒരു പ്രത്യേകിച്ച് ഈ കൽക്കട്ടയിലെ ഭദ്രലോക് എന്ന് പറയുന്ന സോക്കോൾഡ് ആളുകളുടെ ഒരു പ്രത്യേകത അതായിരുന്നു. അവർക്ക് സംശയം ഒഴിഞ്ഞ നേരമില്ല, പ്രത്യേകിച്ച് ഈ ബ്രഹ്മസമാജംകാർക്ക്. അതുകൊണ്ട് ഭഗവാൻ അപ്പോൾ ഇതിൻ്റെ അവസാനം പറയും, ഞാൻ ഈ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തലയും വാലും ഒക്കെ എടുത്ത് കളയാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, ഇല്ലാത്തത് കളയാം. ഇതാണ് ഭഗവാൻ സ്ഥിരമായി പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ ഒരു വാചകം നമുക്ക് എവിടെയെങ്കിലും ഓർക്കാൻ പറ്റുമോ? ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ ഈ ശൈലിയിൽ ഇതിനു മുമ്പ് ഒരാൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ അധ്യായം 18 ശ്ലോകം 63. അതാണ് നമ്മൾ വചനാമൃതം വായിക്കും, ഭഗവാന്റെ ഈ സംഭാഷണങ്ങൾ വായിക്കുമ്പോൾ ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന ഇത്തരം സംഭാഷണങ്ങളെല്ലാം, ഇതെല്ലാം തന്നെ നമ്മുടെ ഉപനിഷത്തുകളിലോ പുരാണ ഗ്രന്ഥങ്ങളിലോ എല്ലാം അവതാരങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ ഇതൊക്കെ വായിച്ചു പഠിച്ചിട്ടല്ലല്ലോ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ അതൊന്നും വായിക്കുന്ന ആളല്ലല്ലോ. പക്ഷെ ഭഗവാൻ പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ പൗരാണിക ഗ്രന്ഥങ്ങളിൽ അവതാരങ്ങളുടെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ വാലും തലയും കളയാം, എന്നിട്ട് അതിൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുകയോ തള്ളിക്കളയുകയോ ചെയ്യാം എന്ന് പറഞ്ഞത് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 63 ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോടും ഇത് തന്നെയാണ് പറഞ്ഞത്. കാര്യം അധ്യായം 18 എന്ന് പറയുമ്പോൾ ശ്ലോകം 63 എന്ന് പറയുമ്പോഴേക്കും ഗീത പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു. ഗീതോപദേശം പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് ഈ സംഭാഷണം വരുന്നത് ഭഗവാന്റെ. അതിതാണ് അതിനകത്ത് 63-ാം ശ്ലോകം ഇതാണ്. ഇതി ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ വിമൃതശൈ തദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഞാൻ പറഞ്ഞു തരേണ്ടത് പറഞ്ഞു തന്നു, നീ വിചാരം ചെയ്ത് എപ്രകാരം നീ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നിനക്ക് ചെയ്യാം. ഇതാണ് ശ്രീകൃഷ്ണൻ അർജുനൻ. ഇത് തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവനും തൻ്റെ സംഭാഷണങ്ങൾക്കിടയിൽ പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കലും കേൾക്കുന്നയാളുടെ ആധ്യാത്മിക മനോഭാവത്തിൽ കൈകടത്തി അയാളുടെ നിലപാട് മാറ്റാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വിജയം. ഒരിക്കലും കേൾക്കുന്ന ആളുടെ ആധ്യാത്മിക മനോഭാവം എന്തു തന്നെ ആയിക്കോട്ടെ, അതിൽ കൈകടത്തി അയാളുടെ നിലപാടിനെ മാറ്റാൻ ഒരിക്കലും നിർബന്ധപൂർവം ശ്രമിച്ചിട്ടേയില്ല. അതാണ് ഭഗവാൻ ഈ ബ്രഹ്മസമാജം അംഗങ്ങൾ ഇത്രയും വളരെ ഓർത്തഡോക്സ് മോഡലിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭയങ്കരന്മാരാണ് ഈ ബ്രഹ്മസമാജ അംഗങ്ങളൊക്കെ. അവരെയെല്ലാം ഭഗവാൻ ഇത്രമാത്രം ഭഗവാന്റെ ആ ഒരു പ്രഭാവലയത്തിനകത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരാനുള്ള ഏക കാരണം ഭഗവാന്റെ ഈ ഒരു പ്രത്യേകതയാണ്. ഒരിക്കലും നിർബന്ധപൂർവം ആധ്യാത്മിക മനോഭാവത്തിൽ, അവരുടെ ആധ്യാത്മിക മനോഭാവം ആരുടേതായിക്കോട്ടെ, തൻ്റെ മുന്നിൽ വരുന്നവരുടെ ആധ്യാത്മിക മനോഭാവത്തിൽ ഭഗവാൻ ഒരിക്കലും കൈവച്ചിട്ടില്ല, അത് മാറ്റാനും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ മുന്നിലേക്ക് ആളുകൾ ഭഗവാൻ ഒരിക്കലും ആളെ കൂട്ടാനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടില്ല.
പക്ഷെ ഭഗവാന്റെ മുന്നിലേക്ക് വരുന്നവർ 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 നാൾക്ക് നാൾ ആ കാലഘട്ടത്തിൽ നിന്നാണ് കൂടെ ആലോചിക്കണം. ഈ ഇന്നത്തെ ഇന്ത്യ പോലുമല്ല, അന്നത്തെ ആ ബ്രിട്ടീഷ് ഭരണകാലത്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്തുള്ള ആ പ്രത്യേക തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക, ഒരു വല്ലാത്തൊരു നഗരം എന്ന് പറയാവുന്നതാണ് കൽക്കട്ട. ആ വല്ലാത്തൊരു നഗരത്തിലാണ് ഭഗവാൻ ഇത്രയും വലിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലുള്ളവർ, ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലുള്ളവർ, ഗഗനേന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവർ, ഏറ്റവും ഒടുക്കം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്നത്തെ യുവതലമുറയിൽ ഏറ്റവും ഒടുക്കം പറ്റുന്ന കേശവചന്ദ്രസേനെ പോലുള്ളവർ, എന്തെന്ത് ആളുകൾ, ഒരിക്കലും ഇവരെ ഒന്നും മാറ്റിമറിക്കാനൊന്നും ഭഗവാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അവരെല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു പ്രഭാവലയത്തിനകത്തേക്ക് സ്വയം വരികയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ആ ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിൽ ഭഗവാൻ വന്നതിനെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികളുടെ പ്രത്യക്ഷത്തിലുള്ള ഇത് മാത്രമാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത്. മാസ്റ്റർ മഹാശയൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടേയില്ല. ഇത് ലീലാമൃതത്തിൽ ശാരദാനന്ദ സ്വാമികൾ ആ ദിവസത്തെ ആ പ്രത്യേക സന്ദർശനത്തെ ശാരദാനന്ദ സ്വാമികൾ കണ്ടത് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലും പറഞ്ഞാൽ വേണമെങ്കിൽ മാസങ്ങളോളം ഇരുന്ന് പറയാനുണ്ട്. അത്രമേലാണ് ആ സന്ദർശനത്തിൻ്റെ വ്യാപ്തി. ഇപ്പം നമുക്ക് സമയം 8 കഴിഞ്ഞതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഇനി വചനാമൃതത്തിൽ അതെങ്ങനെയാണ്, മാസ്റ്റർ മഹാശയൻ എങ്ങനെയാണ് ആ രംഗത്തെ വിശദീകരിക്കുന്നതും എന്താണ് ആ വിശദീകരണത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് അടുത്ത തവണ നമുക്കത് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ശ്രീരാമകൃഷ്ണ. നമസ്തേ. നമസ്തേ. വളരെ രസമാണ് തോന്നുന്നു ഈ ഭാഗം കേൾവിക്ക്. പറഞ്ഞു. അതെ 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 അത് നമ്മളത് കൂടുതൽ അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴാണ് അത്ഭുതം കൊണ്ട് നമുക്ക് അത് അത്രയും അത്ഭുതകരമാണ്. മനസ്സിരുത്തി ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് പുതിയ അനുഭവം കിട്ടും, മാനസികാനുഭവം കിട്ടും. അതാണ് ആവർത്തന വായന കൊണ്ടുള്ളൊരു ഗുണം. നാമം ജപിക്കാം.